സുകുമാരൻ നായർ പുച്ഛത്തോടെ ചോദിച്ച ചോദ്യമാണ്. പുള്ളിക്കറിയില്ലെങ്കിൽ അതൊന്ന് പറഞ്ഞു കൊടുത്തേക്കാം. സിനിമാ മേഖലയിൽ ചെറിയ വേഷങ്ങൾ ചെയ്ത് കരിയർ തുടങ്ങി. പിന്നീട് സഹനടനായി, വില്ലനായി, നായകനായി, മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുമായി. ഒടുവിൽ മികച്ച നടനുള്ള ദേശീയ അവാർഡ് രാഷ്ട്രപതിയിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. രാഷ്ട്രീയത്തിൽ പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് MP ആയി, പിന്നീട് കേന്ദ്രമന്ത്രിയുമായി. വളരെ സക്സസ്ഫുൾ ആയ സിനിമാ രാഷ്ട്രീയ കരിയറാണ് സുരേഷ് ഗോപിക്കുള്ളത്. ജീവകാരുണ്യ പ്രവർത്തനം, സാമൂഹ്യ വിഷയങ്ങൾ എന്നിവയിൽ സിസ്റ്റം പരാജയപ്പെട്ടപ്പോൾ ജനങ്ങളുടെ ആശ്രയമെന്നും സുരേഷ് ഗോപിയായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. അദ്ദേഹം ഒരു അപേക്ഷ സ്വീകരിച്ചാൽ വലിയ ബ്രേക്കിംഗ് ആണ് കേരളത്തിൽ. സുകുമാരൻ നായർക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. പണ്ട് 200 തുടക്കത്തിൽ എയ്ഡ്സിനെതിരെ വലിയ അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്ന സമയത്ത് കണ്ണൂരിൽ എയ്ഡ് ബാധിതരായ 2 കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് മറ്റു വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ പറയുകയും അവർ വലിയ പ്രകടനമായി എത്തി സ്കൂൾ ഗേറ്റ് അടച്ചിട്ട് പ്രതിഷേധിക്കുകയും ചെയ്തു. ഈ സംഭവം വാർത്തയിലൂടെ അറിഞ്ഞ സുരേഷ് ഗോപി നേരെ ആ കുട്ടികളുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ എത്തി 2 കുട്ടികളുടെയും കൈപിടിച്ച് സ്കൂളിലേക്ക് എത്തി. അവിടെ പ്രതിഷേധിച്ച എല്ലാ രക്ഷിതാക്കളുടെയും മുൻപിൽ വെച്ച് 2 കുട്ടികളെയും പൊക്കിയെടുത്ത് അവരുടെ കവിളിൽ ചുംബനം നൽകി. എന്നിട്ട് നേരെ ഗേറ്റും തള്ളി തുറന്ന് സ്കൂളിനുള്ളിൽ അവരുമായി കയറി. അന്ന് സുരേഷ് ഗോപി മാതാപിതാക്കളുടെ ഭയം അകറ്റിയതോടെ ആ സ്കൂളിലും ഗ്രാമത്തിലും ആ കുട്ടികളോടുള്ള വിവേചനം ഒരു പരിധി വരെ നിന്നു. ഇന്നവർ വലിയ കുട്ടികളാണ്, ഉന്നത വിദ്യാഭ്യാസം നേടിയവരാണ്. ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങൾ ആരാണെന്ന് ചോദിച്ച സുരേഷ് ഗോപിയാണ്. പാലക്കാട്ട് അട്ടപ്പാടിയിലൂടെ സുകുമാരൻ നായർ സഞ്ചരിച്ചാൽ സുരേഷ് ഗോപി എന്ന പേരിലുള്ള ഒരു ഗ്രാമം കാണുവാൻ സാധിക്കും. കുടിവെള്ള പ്രശ്നം അനുഭവിച്ച അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് സ്വന്തം നിലയിൽ അന്ന് രാഷ്ട്രീയത്തിൽ പോലും ഇല്ലായിരുന്നു. പൈപ്പ് ലൈൻ ഇട്ട് നൽകി വെള്ളം എത്തിച്ചു. അതിന്റെ സ്നേഹത്തിൽ ആ നാട്ടുകാർ ഗ്രാമത്തിന് പേര് സുരേഷ് ഗോപി എന്ന് പുനർനാമകരണം ചെയ്തു. കാസർകോട്ടെ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കും പറയാനുള്ളത് ദൈവത്തെ പോലെ കാണുന്ന സുരേഷ് ഗോപിയെ കുറിച്ചാണ്. മലയാളിയുടെ മനസ്സിൽ എന്നും ഇടമുള്ള വ്യക്തിത്വമാണ് സുരേഷ് ഗോപിയുടേത്. ഇനി ആരാണ് സുകുമാരൻ നായർ എന്ന് ചോദിച്ചാൽ 90% നായന്മാരും പറയുക നാരായണ പണിക്കർക്ക് ചായ വാങ്ങിക്കൊടുത്ത കസാര നേടിയവൻ എന്നാകും. മിനിമം സുരേഷ് ഗോപിയെ പോലെ ഒരു പൊതു തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ചങ്കൂറ്റമുണ്ടോ? പുറത്തല്ല, NSSൽ തന്നെ. NSS മെമ്പർഷിപ്പ് ഉള്ള എല്ലാ നായന്മാർക്കും വോട്ടിംഗ് ഉള്ള ഒരു തെരഞ്ഞെടുപ്പ് തോറ്റ് തൊപ്പിയിടും. അത് അവരെക്കാളും നന്നായി നിങ്ങൾക്ക് തന്നെ അറിയാം. മരണം വരെ കസാരയിൽ ഇരിക്കുന്ന സെറ്റപ്പിൽ നിന്നുകൊണ്ട് ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ജയിച്ചു കയറിയവൻ ആരാണെന്നൊക്കെ ചോദിക്കാൻ ചില്ലറ ഉളിപ്പില്ലായ്മ പോരാ. മകളും മരുമക്കളും കൊച്ചുമക്കളും ബന്ധുമിത്രാദികളുമെല്ലാം NSS തലപ്പത്ത് വിരാജിക്കുന്നു. വികസിക്കുന്നത് NSS അല്ല, സുകുമാരൻ നായർ മാത്രമാണ്. ഇതറിയാത്ത പൊട്ടന്മാരല്ല നായന്മാർ. പക്ഷേ ഇറക്കി വിടാനുള്ള അവസരം അവർക്കില്ല. ഒരു പൊതു തെരഞ്ഞെടുപ്പ് വെക്ക്, അന്നു കാണാം സുകുമാരൻ നായരുടെ യഥാർത്ഥ ജനപിന്തുണ. ഹിന്ദു രക്ഷാ